നമ്മൾ ഇവിടെ ആരാധിക്കുന്നുണ്ട്. ഞങ്ങളാരും അവരാരെയും. ഗണേഷ് കുമാർ പറഞ്ഞത് ചട്ടമ്പി ഒരു ചട്ടമ്പിയായിട്ട് മാത്രമാണ് കണ്ടേക്കുന്നത്. അല്ല, അതയാളുടെ ഭാഷയാണ്. ഗണേഷിന്റെ പ്രശ്നം നിലനിൽപ്പിന്റെ പ്രശ്നമാണോ സത്യത്തില്? ഞാനതൊന്നും പറയുന്നില്ല. എല്ലാ അധികാരങ്ങളും പോയപ്പോ, അതായത് എനിക്ക് അതിനെപ്പറ്റി ഒരു കമന്റും ഇല്ല. ഞാൻ നിങ്ങൾ ചോദിച്ച മറ്റു ചില വിഷയങ്ങളെ സംബന്ധിച്ചൊന്ന് സൂചിപ്പിച്ചു, അറിയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. അല്ല, അതിനൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ. എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഇത് കേരളം മുഴുവനുള്ളത് എൻ്റെ കുടുംബം. ഒരു കുടുംബത്തിൽ ഒരു നായരെന്ന് പറഞ്ഞാൽ, അതിൻ്റെ നേതാവെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം കേരളം മുഴുവനുള്ളതാണ്. എങ്ങനെ വേണേൽ നിങ്ങൾ നിശ്ചയിച്ചോളൂ. ഞാൻ അനധികൃതമായിട്ട് ഒരു മനുഷ്യർക്കും ഞാൻ നിയമനം കൊടുത്തിട്ടില്ല. അതൊക്കെ ഇവിടുത്തെ കീഴ്വഴക്കം അനുസരിച്ചല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ആര്? വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപത്തിലേക്ക് കൂടി കാര്യങ്ങൾ വന്നിരിക്കുന്നത്. താങ്കൾ ഇവിടെ വരുമ്പോൾ, ആളുകൾ വരുമ്പോൾ മുഖത്ത് നോക്കുന്നില്ല എന്നതടക്കമുള്ള ചില വിമർശനങ്ങൾ കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് എന്നാ ഈയൊക്കെ തോന്നിയത്? ഇപ്പോൾ വർഷത്തിലായി. എല്ലാ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴല്ലേ ഇത് പറയുന്നുള്ളൂ, അല്ലേ? സ്ഥാനമാനങ്ങൾ പോയതുകൊണ്ട് പറയുന്നതാണെന്നാണോ? അല്ല, അത് നിങ്ങൾ തീരുമാനിച്ചോളൂ. അയക്കിപ്പോൾ എന്തെല്ലാം സ്ഥാനമുണ്ടെന്നും മാനമുണ്ടെന്നും ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്ന കാര്യമുള്ളൂ. ഞാനായിട്ടത് പറയുന്നില്ല. ഈ സമദൂര നിലപാടിനെ ചോദ്യം ചെയ്താണ് തന്നെ അത് പുറത്താക്കാൻ കാരണമെന്നൊക്കെയാണ് പറയുന്നത്. അത് നല്ല നിലപാടാണ്. NSSനെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു നിലപാടാണ്. അത് ഞങ്ങൾ തുടരുക തന്നെ. അതിനെ ചോദ്യം ചെയ്തിരുന്നു ഗണേഷ് കുമാറെ? എവിടെ ചോദ്യം ചെയ്തു? ഇതിനകത്തൊന്നും കയറി ആരും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ചോദ്യം ചെയ്തെന്നൊക്കെ പറയുന്നത്. സാറിന് ചോദ്യം ചെയ്തത് ഇവിടെ ഒന്നും ചോദിച്ചിട്ടില്ല. അവിടെ വെച്ച് അങ്ങനൊന്നും പറഞ്ഞു. പല കാര്യങ്ങളിലും അനുകൂല നിലപാട് പുള്ളിയെ സംരക്ഷിച്ചിട്ടുണ്ട് മുമ്പ് പല തവണയും. അപ്പോൾ അദ്ദേഹം കാണിച്ചത് ഞാനതൊന്നും പറയുന്നില്ല. ഞാൻ അയക്ക് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല. അയാൾ എനിക്കൊരു ഗുണവും ചെയ്തിട്ടില്ല. പോരെ, ഞാൻ ഒരു ദ്രോഹവും അയക്ക് ചെയ്തിട്ടില്ല. അയാൾ എനിക്കൊരു ഗുണവും ചെയ്തിട്ടില്ല. പിന്നെ ഈ താലൂക്ക് യൂണിയൻ പിരിച്ചുവിടാനുള്ള കാരണം എന്താണ്? ശരിക്കും ഗണേഷ് കുമാർ അല്ല, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള, അതൊക്കെ നിയമപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തെറ്റാണെങ്കിൽ അയക്ക് കോടതി പോകാമല്ലോ. ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അയക്ക് കോടതി പോകാമല്ലോ. എന്തിനാ വെറുതെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്? വൈകിട്ട് 7 മണിക്കാണ് യൂണിയൻ പിരിച്ചുവിടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. രാത്രിയിലാണെങ്കിൽ പിരിച്ചുവിടും. അതിനെന്താ സംശയം? ഇവിടെ പിരിച്ചുവിടേണ്ടി വന്നാൽ നിയമപരമായി തന്നെ പിരിച്ചുവിടും. അത് രാത്രിയിലാണെങ്കിലും പിരിച്ചുവിടും. എപ്പോഴാ അവസ്ഥ ഉണ്ടാകുന്നു, ഉടനെ തന്നെ ആ താലൂക്ക് യൂണിയന്റെ ഭരണസ്തംഭനത്തിന് ഇടവരാതിരിക്കാൻ രാത്രി തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഒരു അവസരം കിട്ടുമ്പോഴെല്ലാം ഇപ്പോൾ വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന്. അത് നിങ്ങൾ ആലോചിച്ചോളൂ. അങ്ങ് ആ പുള്ളി പറയുന്നത് എന്താണെന്നും പ്രവർത്തിക്കുന്നത് എന്താണെന്നും ഒക്കെ നിങ്ങൾ തന്നെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അങ്ങയുടെ ചെയ്തികളെ പറ്റി വിമർശിക്കാൻ? ചുമ്മാ പറയുന്നതല്ലല്ലോ, ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഇതെല്ലാം. നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യവും വേണ്ട. ഞാൻ അതിനെപ്പറ്റി, അയാളുടെ മറ്റു കാര്യങ്ങളെപ്പറ്റി ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജനാധിപത്യം NSSനെ സംബന്ധിച്ച് ചോദിച്ചതുകൊണ്ട് ഞാൻ അതിനെ മറുപടി പറഞ്ഞെന്നുള്ളൂ. ഈ വിമർശനങ്ങളെ NSSനപ്പുറത്തേക്ക് ജനറൽ സെക്രട്ടറിയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്ന് തോന്നുന്നു. അതാണല്ലോ ഞാനല്ലേ ജനറൽ സെക്രട്ടറി. ഈ എക്സിക്യൂട്ടീവ് അധികാരി എന്ന് പറയുന്നത് NSSന്റെ ജനറൽ സെക്രട്ടറിയാണ്. അതൊരു വ്യക്തിപരമല്ല, ഒരു സ്ഥാനത്തെയാണ് വിമർശിക്കുന്നതെന്ന് പറയാമോ? എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ വ്യക്തിപരമാണോ അല്ലയോ എന്നുള്ളത്. ഇനി പറയുന്നതൊക്കെ എന്തോന്നാ? ജനറൽ സെക്രട്ടറി എന്നാ പറയുന്ന ആളിന്റെ തന്നെയാണോ പറയുന്നത്? അല്ലല്ലോ. അത് ഒരുപാട് തുടങ്ങിയതാ. 112 വർഷമായി അദ്ദേഹം ഇരിക്കുമ്പോൾ മുതലേ തുടങ്ങിയിട്ടുള്ളതാണ്. എനിക്കത് കണ്ട അനുഭവമുണ്ട്. പിടിച്ചവനൊന്നും ഇന്ന് ഇല്ലാതായിട്ടുള്ളൂ. ഈ വൈക്കത്തുനിന്ന് NSSലേക്ക് ഒരു ജാഥയൊക്കെ നടത്താൻ ആഹ്വാനമൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യട്ടെ. നടത്തിയ ജാഥ ഓരോരുത്തർക്കും എത്ര പേരുണ്ടെന്ന് നമ്മൾ കണ്ടില്ല. എങ്ങനെ വേണേ നടത്തിക്കോട്ടെ. അതിനെയൊക്കെ നേരിടാനുള്ള കരുത്ത് നായർ സർവീസ് സൊസൈറ്റിക്ക് NSSനെ സ്നേഹിക്കുന്ന നായന്മാർക്കുമുണ്ട്.
അത് സംശയം കണ്ണികളൊക്കെ അവർക്ക് പുറത്താക്കുന്നൊക്കെയാണ് ആ തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. ആരെ ഇത്തിൽക്കണ്ണികളെന്ന് പറയുന്നത് എന്താ എൻ്റെ അർത്ഥം? അനധികൃതമായിട്ട് ഒരു മരത്തിൽ കയറി പിടിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ്. അങ്ങനെയല്ലല്ലോ, ഞാൻ അനധികൃതമായി ഒന്നും വന്നതല്ലല്ലോ. ഇവിടെ അനധികൃതമായല്ലോ. ഇത്തവണ നടന്നല്ലോ തെരഞ്ഞെടുപ്പ്. ആരെങ്കിലും ഉണ്ടായിരുന്നോ എതിർക്കാൻ? അവിടെ ഹാജരായിരുന്ന ആളുകൾക്ക് അവരോട് ഞാൻ പരസ്യമായിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചോ NSSന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചോ പരാതി ഉണ്ടെങ്കിൽ ഈ വേദിയിൽ വെച്ച് ചോദിക്കാം. ചോദിച്ചാൽ എനിക്കൊരു എതിർപ്പുമില്ല. അത് വ്യക്തിപരമാകട്ടെ, അത് സംഘടനാപരമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ. ഈ ചട്ടമ്പി സ്വാമികളെയൊക്കെ അംഗീകരിക്കാത്ത ആളാണ് NSSന്റെ തലപ്പത്ത് എന്ന് പറയുന്നത്. അത് അങ്ങോട്ട് കയറി നോക്കിയാൽ അറിയാം. അതൊരു രണ്ട് സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധ ഞങ്ങളിവിടെ സമ്മേളനമൊക്കെ വെക്കുമ്പോൾ ചട്ടമ്പി സ്വാമിയെ മന്നത്ത് പത്മനാഭനെയും നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? പന്തലിൽ വയ്ക്കാറുള്ള കണ്ടിട്ടല്ലേ? ഒന്ന് ഞങ്ങളുടെ സമുദായകാരൻ, മറ്റേത് നമ്മുടെ ആത്മീയ ആചാര്യൻ. അങ്ങനെ നമ്മൾ ഇവിടെ ആരാധിക്കുന്നുണ്ട്. ഞങ്ങളാരും ആരെയും. ഗണേഷ് കുമാർ പറഞ്ഞത് ചട്ടമ്പി സ്വാമി ഒരു ചട്ടമ്പിയായിട്ട് മാത്രമാണ് കണ്ടേക്കുന്നത്. അല്ല, അതയാളുടെ ഭാഷയാണ്. ഗണേഷിന്റെ പ്രശ്നം നിലനിൽപ്പിന്റെ പ്രശ്നമാണോ സത്യത്തില്? ഞാനതൊന്നും പറയുന്നില്ല. എല്ലാ അധികാരങ്ങളും പോയപ്പോ, അതായത് ഞാൻ എനിക്ക് അതിനെപ്പറ്റി ഒരു കമന്റും ഇല്ല. ഞാൻ നിങ്ങൾ ചോദിച്ച മറ്റു ചില വിഷയങ്ങളെ സംബന്ധിച്ചൊന്ന് സൂചിപ്പിച്ചു, അറിയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ.